ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സിലെ പ്രോബ്ലംസ് ആണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 111ലും 112ലും വരുന്ന ഈ പ്രോബ്ലംസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6 ഈ പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. പേജ് നമ്പർ 111ൽ വരുന്ന 4th പ്രോബ്ലം. അപ്പോൾ അതെന്താണ് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. പ്രൂവ് ദാറ്റ് ഡയഗണൽ ഓഫ് എ റോംബസ് ബൈസെക്ട്സ് ദ ആംഗിൾ അറ്റ് ദ വെർട്ടീസസ് ഇറ്റ്സ് ജോയിൻസ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു റോംബസിൻ്റെ ഡയഗണൽസ് അതിൻ്റെ വെർട്ടീസിൽ വരുന്ന, വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഓരോ കോർണേഴ്സ് അല്ലേ, അതിൽ വരുന്ന ആംഗിളുകളെ ബൈസെക്റ്റ് ചെയ്യുന്നു. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കത് വരച്ച് കാണിച്ചു തരാം എന്താണ് അവർ ചോദിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു റോംബസും അതിൻ്റെ ഡയഗണൽസും നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റോംബസ് വരയ്ക്കാനായിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം അല്ലേ. ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ റഫായിട്ട് വരച്ചാലും മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്കറിയാം അതിൻ്റെ വരയ്ക്കാനായിട്ട് അല്ലേ. കോമ്പസ് എടുത്തിട്ട് പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക, മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക, അതുപോലെ ഈ സൈഡിൽ നിന്നും കൊടുക്കുക അല്ലേ. ഓക്കെ, ഇനി ഇത് വരയ്ക്കുക, ജോയിൻ ചെയ്യിക്കുക. ഇനി നമ്മളിവിടേക്ക് ഒരു 2.5 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ അളവൊന്നും പ്രശ്നമല്ല, കാരണം നമ്മളോട് റോംബസ് ഒന്നും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്കൊരു റോംബസ് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 5 സെൻറ്റിമീറ്ററും ഇവിടേക്ക് അങ്ങോട്ട് 5 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുന്നുണ്ട് റോംബസ്. അതായത് 2 ഡയഗണൽസും ഈക്വലായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ജോയിൻ ചെയ്ത് എന്ത് കിട്ടും, നമ്മുടെ റോംബസ് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ റോംബസ് വരയ്ക്കുന്നത് നമ്മൾ ഒരുപാട് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതെ വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് റോംബസ് വരയ്ക്കാനൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അല്ലേ, നിങ്ങളതൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റോംബസ്. പേര് കൊടുക്കാം നമുക്ക് ABCD. ഇനി അപ്പോൾ നമുക്കറിയാം റോംബസിൻ്റെ ഒരു റോംബസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കണം അല്ലേ. അതായത് DBയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും AC, അതുപോലെ തന്നെ ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ആര്, DB. ഓക്കെ, അവർ പരസ്പരം എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അങ്ങനെയുള്ള ഫിഗറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റോംബസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു റോംബസ് നമ്മൾ വരച്ചെടുത്തു. ഈ റോംബസിൻ്റെ ഡയഗണൽസ് ആരൊക്കെയാണ് ഇതിലെ ഡയഗണൽസ് ഏതൊക്കെയാണ്, ഡയഗണൽസ് ACയും BDയും ആണ് അല്ലേ. ACയും BDയും ആണ് ഇതിലെ ഡയഗണൽസ്. അവരെന്ത് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്, ബൈസെക്ട് ദ ആംഗിൾസ് അറ്റ് ദ വെർട്ടീസസ് ഇറ്റ് ജോയിൻ. അവർ ജോയിൻ ചെയ്യുന്ന വെർട്ടീസ് അതേതാ, ഇതല്ലേ അവർ ജോയിൻ ചെയ്യുന്ന വെർട്ടീസ്. ഈ ആംഗിളിനെ, അതുപോലെ എല്ലാ ആംഗിളും കേട്ടോ, ഈ എല്ലാ ആംഗിളിനെയും അതെന്ത് ചെയ്യുന്ന പറയുന്നത്, ഈ ഡയഗണൽസ് കടന്നു പോകുമ്പോൾ ആ ആംഗിൾ തുല്യ 2 കഷ്ണങ്ങളാവുന്നു, ബൈസെക്റ്റ് ആവുന്നു. ഓക്കെ, ഇതും ഇപ്പോൾ ഈ AC എന്ന് പറയുന്ന ഡയഗണൽ A എന്ന് പറയുന്ന ആംഗിളിനെയും C എന്ന് പറയുന്ന ആംഗിളിനെയും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DB എന്ന് പറയുന്ന ഡയഗണൽ D എന്ന് പറയുന്ന ആംഗിളിനെയും B എന്ന് പറയുന്ന ആംഗിളിനെയും കണ്ടോ 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്താ നമുക്കറിയാവുന്ന കാര്യം, അതായത് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന റോംബസിൻ്റെ പേരെന്താ, റോംബസ് ABCD അല്ലേ. അതിൽ ഡയഗണൽസ് ആണ് ആര്, AC ആൻഡ് BD. ഓക്കെ, ഇനി ഡയഗണൽ ഒരു റോംബസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്, ഇവർ തമ്മിലും പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കണം അല്ലേ, ഡയഗണൽസ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി വയ്ക്കാം. അതായത് ഹിയർ ഏതാണ്, AC ആൻഡ് BD അല്ലേ ഡയഗണൽസ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ അല്ലേ. അതാണ് റോംബസ് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അതായത് ഈ ഓരോ ആംഗിൾ എന്ത് കിട്ടും, ഇതൊക്കെ 90 ഡിഗ്രി വീതമായിരിക്കും.
ഓക്കെ, അവർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് കറക്റ്റ് എന്തായിരിക്കുന്ന ഈ ഓരോ വെർട്ടീസസിൽ വരുന്ന ആംഗിൾസിനെയും അത് ഈ കടന്നു പോകുന്ന ഡയഗണൽസ് രണ്ട് ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മതിയല്ലോ, ബാക്കിയൊക്കെ അപ്പോൾ നമുക്ക് സിമിലർലി എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സി വരുന്ന ആംഗിളിനെ അത് ഈക്വലായിട്ട്, അതായത് ഈ എ സി എന്ന് പറയുന്ന ഡയഗണൽ സി എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് രണ്ട് ട്രയാങ്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പേരെന്താ? ഇവിടെ നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ഇവിടെ നിന്ന് O എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ട്രയാങ്കിൾ COD ആൻഡ് BOC. ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം, BOC ആൻഡ് COD. ഇനി അതിൽ നോക്കിയേ, ബി സിയും ഡി സിയും ഈക്വൽ അല്ലേ? നമുക്കറിയാം ഒരു റോംബസിൻ്റെ എല്ലാ സൈഡുകളും ഈക്വലാണ് അല്ലേ. സോ BC ഈക്വൽ ടു DC, അങ്ങനെ എഴുതിക്കൂടെ? ഇനി നമുക്ക് എന്ത് എഴുതാം? അതുപോലെ തന്നെ നോക്കിയേ, OC, ആ ട്രയാങ്കിളിൽ വരുന്ന OC എന്ന് പറയുന്ന ഭാഗം, OC ഈക്വൽ ടു OC, അത് കോമൺ ആണ് അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മളിപ്പോൾ കണക്കാക്കുന്നത് ഏത് ട്രയാങ്കിൾസ് ആണ്? ഇതും 1, 2, ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നോക്കി ആ രണ്ട് ട്രയാങ്കിളിന് കോമൺ ആയിട്ട് വരുന്ന സൈഡല്ലേ OC. അപ്പോൾ നമുക്ക് OC ഈക്വൽ ടു OC എന്ന് എഴുതാം അല്ലേ. നമ്മൾ OC ഈസ് ഈക്വൽ ടു OC എന്ന് എഴുതി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡും കൂടെ കിട്ടിയാൽ നമുക്കത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ BC എഴുതി, BCയും DC ഈക്വൽ ആണെന്ന് എഴുതി, അതുപോലെ തന്നെ OC ഈക്വൽ ടു OC എന്ന് എഴുതി. ഇനി ഈ സൈഡ് നോക്കിയാൽ നിങ്ങൾ ഡയഗണലിൻ്റെ ഇതൊരു ഡയഗണല്ലേ DB, അതിന് അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ അവർ പരസ്പരം. അപ്പോൾ ഈ DBനെ അത് രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി മാറ്റുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അവിടെ OD ഇസ് ഈക്വൽ ടു OB എന്ന് എഴുതി കൂടെ? ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ therefore these two triangles are equal triangles. ഏത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ്. ഏതൊക്കെയാണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞത്? അതായത് CODയും COBയും. കാരണം എന്താ? OCയും ഈക്വലാണ്, അതുപോലെ BCയും DCയും ഈക്വലാണ്. കാരണം അത് റോംബസിൻ്റെ സൈഡുകളാണ്, അതുകൊണ്ട് റോംബസിൻ്റെ സൈഡുകളെല്ലാം ഈക്വലാണ്. അതുപോലെ തന്നെ DOയും OBയും ഈക്വലാണ്. കാരണം എന്താ? അതായത് AC ബൈസെക്റ്റ് DB അല്ലേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് DB ആണ് ആര്? AC. അതുകൊണ്ട് ഈ ഒരു ലൈനത് രണ്ട് ഈക്വൽ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? DOയും OBയും ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പോൾ അത്രയും കാര്യം കിട്ടി. അപ്പോൾ നമ്മൾ എന്തെഴുതി? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് എഴുതി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിൻ്റെ വരുന്ന ഈ സൈഡ് ഇതും ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയല്ലോ. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് അല്ലേ ഇത്? അതായത് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ OBയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ ആംഗിൾ അല്ലേ, അതായത് BCO. അതുപോലെ ഈ DO എന്ന് പറയുന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഇത് DCO അല്ലേ. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്കത് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ OCD ഈക്വൽ ടു ആംഗിൾ BCO അല്ലെങ്കിൽ OCB, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, BCO അല്ലെങ്കിൽ OCB. എന്താ കാരണം? അതിൻ്റെ കാരണം നമുക്ക് എന്തെഴുതാം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് of equal triangles are equal. അതായത് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സെയിം സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കണ്ടോ? അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദ ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അതുകൊണ്ടാണിത് എന്തായത്? ഈക്വൽ ആയത്. അപ്പോൾ നമുക്ക് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം കിട്ടിയല്ലോ. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? From this we can see that, നമുക്ക് എന്ത് മനസ്സിലാക്കാം? We can see that the diagonals
ബൈസെക്റ്റ് ആരെയാണ്? ബൈസെക്റ്റ് ദ ആംഗിൾസ് ഓഫ് vertices of the rhombus. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്ത് കിട്ടി. ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് ദ ഡയഗണൽസ് ബൈസെക്റ്റ് ദ ആംഗിൾസ് ഓഫ് വെർട്ടീസസ് ഓഫ് ദ റോംബസ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്തത്? ഒരു റോംബസ് വരച്ചു. അത് എന്നിട്ട് നമ്മളതിൽ ഈ ആംഗിൾ ബൈസെക്റ്റ് ചെയ്യണമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ഡയഗണൽസ് ഇതിൻ്റെ ഓരോ വെർട്ടീസസിൽ വരുന്ന ആംഗിൾസിനെയും പകുതിയാക്കുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ആംഗിൾ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ആംഗിളും അങ്ങനെയായിരിക്കുന്ന പറഞ്ഞാൽ മതി. സിമിലർലി അതർ ആംഗിൾസ് ആർ ഓൾസോ ബൈസെക്റ്റ് ബൈ ദ ഡയഗണൽസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ചെയ്യാൻ നമ്മൾ ഈ ഒരു രണ്ട് ട്രയാങ്കിളാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. ഏതൊക്കെയാണ്? DOCയും COBയും. എന്നിട്ട് നമ്മളത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് പ്രൂവ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലേ? എന്താ? 3 സൈഡുകൾ, ഇവിടെ 3 സൈഡുകൾ ഈക്വലാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. DCയും BCയും ഈക്വലാണെന്ന് എഴുതി ഈ ട്രയാങ്കിളിൻ്റെ. അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ OC ഈക്വൽ ടു OC, കാരണം അത് കോമൺ സൈഡാണ്. അതുപോലെ തന്നെ DO ഈക്വൽ ടു OB, കാരണം അതെന്താണ്? അതായത് AC ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് DB അല്ലേ? അതുകൊണ്ട് അതിനെ ഈക്വൽ കഷ്ണങ്ങളായിട്ട് അവിടെ കട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് DO ഇസ് ഈക്വൽ ടു OB എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 സൈഡുകൾ ഈക്വലാന്ന് കിട്ടി അല്ലേ? 3 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അത് എന്ത് റൂളാണ്? SSS റൂൾ അനുസരിച്ച് എന്തായിരിക്കും? അക്കോർഡിംഗ് ടു SSS റൂൾ ഇറ്റ് ഈസ് ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ അല്ലേ? അപ്പോൾ ഈക്വൽ ട്രയാങ്കിളുകളുടെ ഈക്വൽ സൈഡുകളല്ലേ ഈ DO എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും? അവരുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അല്ലേ ഈ സൈഡിൻ്റെ? DOൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? DCO, ഈ ആംഗിൾ അല്ലേ? അതുപോലെ ഈ OB എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് BCO, ഈ കഷ്ണം. ഓക്കെ, ഈ പാർട്ട് X, ഇത് Y, മനസ്സിലായോ? ഈ കഷ്ണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഓപ്പോസിറ്റ് സെയിം സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിത് രണ്ട് ഈക്വലാന്ന് എഴുതി കൂടെ? അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ആംഗിൾ OCDയും ആംഗിൾ BCOയും ഈക്വലാന്ന് എഴുതി. അതിന് കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ എന്താണ്? ഈക്വൽ സൈഡ്സ് ഓഫ് ദ ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഡയഗണൽസ് ബൈസെക്റ്റ് ദ വെർട്ടീസസ് ഓഫ് ദ റോംബസ്. ഓക്കെ, അത്ര എഴുതിയാൽ മതി കേട്ടോ. സിമിലർലി ദ ഡയഗണൽസ് ബൈസെക്റ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ റോംബസ്. ഓക്കെ, ദീസ് ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ റോംബസിനെ ബൈസെക്റ്റ്, എല്ലാ ആംഗിൾസിനെയും ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് 5ാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, 5th പ്രോബ്ലം എന്താണ് പറയുന്നത്? ഇത് സിമ്പിളാണ്. ഡ്രോ എ സ്ക്വയർ വിത്ത് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഡയഗണൽസ് നമുക്കറിയാം സ്ക്വയർ അല്ലേ? അപ്പോൾ 2 ഡയഗണലും എന്തുതന്നെയായിരിക്കും? 7 സെൻറ്റിമീറ്റർ വീതമായിരിക്കും അല്ലേ? അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു സ്ക്വയർ ആവണമെങ്കിൽ എന്തായാലും ഈ ഡയഗണൽസും അതുപോലെ ഈ ഡയഗണലും എന്തുതന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 7 ആണെങ്കിൽ ഈ ഡയഗണലും 7 ആയിരിക്കും, ഈ ഡയഗണലും 7 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിനി അതെങ്ങനെ വരയ്ക്കാം? നമ്മൾ മുമ്പ് കുറേ വരച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു 7 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 7 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഇനി അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. എങ്ങനെയാണ്? പകുതിയേക്കാൾ കൂടുതൽ, ആ ലെങ്ത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ലെങ്ത്ത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്കും താഴേക്കും ആർക്ക് കൊടുക്കുന്നു. ഈ സൈഡൊന്നും ഈ പോയിൻ്റൊന്നും നമ്മൾ മുകളിലേക്കും താഴേക്കും ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുള്ള ഈ പോയിൻറ്റ്സ്, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യാം? അത് നമ്മൾ യോജിപ്പിക്കാം. ഇത് നമ്മൾ ബൈസെക്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഇതെന്തായി? ഈ 7 സെൻറ്റിമീറ്ററിനെ ബൈസെക്റ്റ് ചെയ്തു. ഇവിടേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇത് 7 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരച്ചത്. മുകളിലേക്ക് നമുക്ക് 7 സെൻറ്റിമീറ്റർ തന്നെയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ലൈൻമേ നമ്മൾ ഒരു 7 സെൻറ്റിമീറ്റർ എടുക്കണം. അതായത് മുകളിലേക്കും ഈ 7ൻ്റെ പകുതി, അതായത് 7ൻ്റെ പകുതി എത്രയാണ്? 7ൻ്റെ പകുതി നമുക്ക് 3.5 എന്ന് കിട്ടും അല്ലേ? 3.5 അല്ലേ 7ൻ്റെ പകുതി. അപ്പോൾ 3.5 മുകളിലേക്കും മാർക്ക് ചെയ്യുക, ഈ നടുക്കിലത്തെ പോയിൻ്റിൽ നിന്ന് താഴത്തേക്കും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 3.5 നമുക്ക് സ്കെയിലിൽ എടുക്കാമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ 3.5 നമ്മൾ സ്കെയിലിൽ എടുത്ത്
ആ ഭാഗം അവിടെ പോയിൻ്റ് കൊടുക്കുക. താഴത്തേക്ക് 3.5 എടുക്കുക. കാരണം നമുക്ക് ടോട്ടൽ 7 വരണം. അപ്പോൾ ഇവിടെ 3.5 വന്നു. കണ്ടോ, ഇതും 3.5, ഇതും 3.5. അതായത് ഇവിടെ 7 സെൻറ്റിമീറ്റർ വരച്ചു, അതിൻ്റെ ബൈസെക്ടർ വരച്ചിട്ട് ആ ലൈൻമേൽ നമുക്ക് എന്ത് കിട്ടണം, 7 മൊത്തം കിട്ടണം. അപ്പോൾ നമ്മൾ നടുക്കിലത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്കും 3.5 എടുക്കുക, താഴത്തേക്കും 3.5 എടുക്കുക. എന്നിട്ട് ഈ കിട്ടിയ എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഈ 4 പോയിൻറ്റ്സ് നമ്മൾ യോജിപ്പിക്കാം. ഇത് തമ്മിൽ യോജിപ്പിക്കുക, ഇത് യോജിപ്പിക്കുക, അങ്ങനെ 4 പോയിൻറ്റ്സ് യോജിപ്പിക്കാം. അപ്പോൾ നോക്കൂ, നമുക്കൊരു എന്ത് കിട്ടി, സ്ക്വയർ കിട്ടിയല്ലോ. ഏതാണ് നമ്മുടെ സ്ക്വയർ? ഇതാ ABCD. ഇതാ ഇതും 7 സെൻറ്റിമീറ്റർ ആണ്, ഇതും 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ട് ഡയഗണലും 7 സെൻറ്റിമീറ്റർ വീതമുള്ള സ്ക്വയർ നമ്മൾ വരച്ചെടുത്തു. നമ്മൾ മുമ്പ് ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് 7/2 3.5 വരണോണ്ട് ഈ 3.5നെ നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നേരെ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്കും 3.5 എടുത്തു, താഴത്തേക്കും 3.5 എടുത്തു. ചില കേസിൽ ചിലപ്പോൾ നമുക്ക് സ്കെയിൽ കൊണ്ട് പറ്റാത്ത മെഷർമെൻറ്റ്സ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ്റെയും കൂടെ ബൈസെക്ടറൊക്കെ വരയ്ക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരികയാണെങ്കിൽ ആ പ്രോബ്ലം ചെയ്ത പോലെ മോഡലിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പ്രശ്നമില്ല, ഇത് നമുക്ക് 7/2 കറക്റ്റ് 3.5 വരണോണ്ട് മുകളിലേക്കും താഴേക്കും സ്കെയിൽ തന്നെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 5th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്തത് 6th പ്രോബ്ലമാണ്. ഡ്രോ ദിസ് പിക്ചർ. ഈ കാണിച്ചിരിക്കുന്ന പിക്ചറാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണല്ലേ. അപ്പോൾ അതെന്തായാലും ഈ പിക്ചർ വരയ്ക്കണമെങ്കിൽ നമ്മളൊരു ലൈൻ വരച്ച് അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ ഞാനത് എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. കാരണം നമുക്കിതിൽ കാണിച്ചിരിക്കുന്നത് 3 ഡയമണ്ട് ഷേപ്പ് നേരെ വരുന്നതാണ് അല്ലേ. അതെ, 3 ഡയമണ്ട് ഷേപ്പ് നേരെ വരുന്നുണ്ട്, താഴത്തേക്കും 3 ഡയമണ്ട് ഷേപ്പ് നേരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 × 2 6 അപ്പോൾ ഏകദേശം അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്നത്. അതായത് ഈ ഓരോ ഡയമണ്ടിൻ്റെയും ഡയഗണൽസ്, ഇപ്പോൾ ഒരു ഡയമണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു ലെങ്ത്ത് നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 സെൻറ്റിമീറ്റർ എടുക്കുന്നത്. അപ്പം നമുക്ക് വരയ്ക്കുമ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ഇതാണ് 6 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കും നമ്മൾ? നമുക്കറിയാം അല്ലേ. പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക, മുകളിലേക്കൊരു ആർക്ക് കൊടുക്കുക, താഴേക്കൊരു ആർക്ക് കൊടുക്കുക, ഈ സൈഡിൽ നിന്നും മുകളിലേക്കൊരു ആർക്ക് കൊടുക്കുക, അതുപോലെ താഴേക്കൊരു ആർക്ക് കൊടുക്കുക. അപ്പോൾ എന്തായി, ഇപ്പോൾ നമ്മളിത് കൂട്ടിമുട്ടിക്കാം, ജോയിൻ ചെയ്യിക്കുക. ഇതാ ഈ പോയിൻറ്റും ജോയിൻ ചെയ്യിച്ചു. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ 6 സെൻറ്റിമീറ്ററിൻ്റെ. ഇനി മുകളിലേക്ക് ഈ നടുക്കിലത്തെ ഈ പോയിൻ്റിൽ നിന്ന് അവിടെ നിന്ന് മുകളിലേക്കും ഇതും നമ്മൾ 6 തന്നെയാണ് വരയ്ക്കണം ഇവിടെ. അപ്പോൾ മുകളിലേക്കും 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഇതാ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, താഴത്തേക്കും നമ്മളൊരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ 2 സൈഡിലും 6 വീതം എടുത്തു. അപ്പോൾ ഈ ലെങ്ത്തും 6 ആണ്. അതായത് ഇത് AB, പുതിയത് കിട്ടിയ പോയിൻറ്റ്സ് ഞാൻ CD എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ABയുടെ ലെങ്ത്തും എന്താണ് 6 ആണ്, CDയുടെ ലെങ്ത്തും 6 ആണ്. ഇനി നമുക്ക് ഇതിൽ ഈ ഫിഗർ വരച്ചെടുക്കണം. അപ്പോൾ ഈ ഫിഗർ വരച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഈ 2 ഡയഗണലുമേയും പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അതായത് AB എന്ന് പറയുന്ന ലൈൻമേ നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കുത്തിടുക. ഓക്കെ, ഇതേ ഇവിടെ ഞാൻ കണ്ടോ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ ഒരു കുത്ത് കൊടുത്തു, ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അടുത്തത് വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 4 വരും. വീണ്ടും ഒരു 2 സെൻറ്റിമീറ്റർ, അപ്പോൾ ഈ അറ്റത്ത് വരും അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ ഒരു കുത്ത്, അങ്ങനെ 2 സെൻറ്റിമീറ്റർ, ഇത് ഓരോന്നും 2 സെൻറ്റിമീറ്റർ വീതമാണ്. ഞാൻ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഡോട്ട്സ് കൊടുത്തത്. ഇതേപോലെ നിങ്ങൾ മുകളിലത്തെ ഡയഗണലിലും ചെയ്യുക. ഈ ഡയഗണലിൽ 2 സെൻറ്റിമീറ്റർ കൊടുക്കുക, 2 സെൻറ്റിമീറ്ററിലൊരു കുത്ത് കൊടുക്കുക, വീണ്ടും ഒരു 2 സെൻറ്റിമീറ്ററിലൊരു കുത്ത് കൊടുക്കുക, വീണ്ടും 2 സെൻറ്റിമീറ്ററിൽ കൊടുക്കുമ്പോൾ അത് ഈ ഡിയിൽ തന്നെ വരും അല്ലേ. കാരണം മൊത്തം 6 ആണല്ലോ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ എടുത്തു, ഇത് 2 സെൻറ്റിമീറ്റർ എടുത്തു, ഇത് 2 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സുകൾ തമ്മിൽ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്യിക്കാം. എങ്ങനെയാണ് ജോയിൻ ചെയ്യിക്കാം ഞാൻ പറഞ്ഞുതരാം. ദേ ഇപ്പോൾ ഈ 2 പോയിൻറ്റുകളുണ്ടല്ലോ, ഈ അറ്റത്ത് വരുന്നത് Aയും Cയും,
അത് തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വര കിട്ടും ഇല്ലേ. ഇനി അടുത്തത് ഇത് രണ്ടും, അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ പോയിൻറ്റ്സുകൾ കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ വരച്ചെടുത്ത പോയിൻറ്റ്സുകളുണ്ടല്ലോ അതിനെ ഇതുപോലെ, അതായത് ഈ 2 പോയിൻറ്റ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തു. അടുത്തത് നമ്മൾ നെക്സ്റ്റ് 2 പോയിൻറ്റ്, ഇതിലത്തെ അടുത്ത പോയിൻറ്റും ഇതിലത്തെ അടുത്ത പോയിൻറ്റും അത് നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇല്ലേ. ഇനി അടുത്തത് ഈ പോയിൻറ്റുകൾ, അതായത് ഇതിലടുത്ത പോയിൻറ്റ് അത് ജോയിൻ ചെയ്യാം. ഇനി ലാസ്റ്റത്തെ ഈ പോയിൻറ്റും അത് തമ്മിൽ എന്ത് ചെയ്യുക, ഇതും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്നല്ലേ ജോയിൻ ചെയ്തത്, ഇനി ഇതേപോലെ നമ്മൾ ഈ സൈഡിൽ നിന്നും ചെയ്യാം. അതായത് AC എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, ഇങ്ങനെയാണ് വരച്ചത്. ഇനി ഈ സൈഡിലേക്ക് ചെയ്യാം. അപ്പോൾ ഏത് ചെയ്യുക, സിയും ബിയും ജോയിൻ ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന 2 പോയിൻറ്റുകളുണ്ടല്ലോ, ഇതും ആ 2 പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുക. ആ 2 പോയിൻറ്റ് ജോയിൻ ചെയ്തു. അടുത്ത നമ്മുടെ ഈ 2 പോയിൻറ്റ്സ് അല്ലേ, ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ലാസ്റ്റ് എയും ഡിയും, ആ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടിയല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം, നമുക്ക് തന്നിരിക്കുന്ന ഈ ചിത്രത്തിലെ ആവശ്യമുള്ള ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്തെടുക്കുക. നമുക്കിതൊക്കെ മായ്ച്ച് കളയാം. നിങ്ങൾ ലൈറ്റായിട്ട് വരച്ചാൽ മതി, ഡാർക്കായി വരയ്ക്കണ്ട. ലാസ്റ്റ് നമുക്കിത് മായ്ക്കേണ്ട കാരണം നമ്മളിതൊക്കെ മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, എല്ലാം മായ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിഗർ മാത്രം കിട്ടും. ഇത് മാത്രമേ നമുക്ക് വരയ്ക്കണ്ടൂ. ഈ പച്ച ഞാൻ കൊടുത്തിരിക്കുന്ന മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ ലൈനും നിങ്ങൾ മായ്ച്ച് കളഞ്ഞേക്കൂ കേട്ടോ. ബാക്കി എല്ലാ ലൈനും നിങ്ങൾക്ക് മായ്ച്ച് കളയാം. ഓക്കെ. ബാക്കി എല്ലാ ലൈനും മായ്ച്ച് കളയുമ്പോൾ നോക്കിയേ, ആ ഫിഗറല്ലേ നമുക്ക് കിട്ടിയത്. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ നമുക്കിവിടെ കിട്ടി. മനസ്സിലായല്ലോ വരയ്ക്കാൻ. ഇനി മനസ്സിലാവാത്തവർ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ച് വരച്ച് നോക്കാം.